ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ CD 110 ആണ് വണ്ടി. നമുക്ക് ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ട് വന്നതാണ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ടയറൊക്കെ പുതിയ ടയറാണ് കേട്ടോ, അപ്പോളോൻ്റെ ടയറാണ്. ഫ്രണ്ട് ഹബിനായാലും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ചെയിന് നമ്മളെന്തായാലും ഈ കണ്ടീഷനിലൊന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ചെയിനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് ഇടാം. ചെയിൻ പുതിയ ചെയിനാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ ഈ കണ്ടീഷനിൽ കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ് കേട്ടോ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഉണ്ടല്ലോ, ഫ്രണ്ട് സൈഡ് ഫോർക്കിൻ്റെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അത് നമുക്ക് എന്തെങ്കിലും അഴിക്കണം. അത് കൂടാതെ നമ്മൾ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു ടൈറ്റും കാണിക്കേണ്ട ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ചെറിയ അടിയും തന്നെ. അത് നമുക്ക് ഫ്രണ്ട് ഫോർക്ക് അഴിക്കണം എന്തെങ്കിലും. ആ കൂട്ടത്തേക്കിടെ നമുക്ക് ആ കോൺസെപ്റ്റിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് മാറ്റി അടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു സ്മൂത്ത്നെസ് കുറവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ക്ലച്ച് കേബിളാണത്, അതിൻ്റെ ഔട്ടർ പൊട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണേ. അതേപോലെ തന്നെ കീ സെറ്റ് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ അതാണ് ശരിക്കും നമുക്ക് ഓട്ടത്തിൽ വണ്ടി ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് കാണിക്കണം, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ 4ൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി നമുക്കത് ഇരിക്കുന്നത് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഉണ്ടാവും. അത് 12 വോൾട്ടും 4 ആംപിയർ വരുന്ന ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12.89 റേഞ്ചിൽ നമുക്ക് അതിൻ്റെ വോൾട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വോൾട്ട് ഉണ്ട്, വോൾട്ട് നമ്മൾ കറക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ രീതിക്കൂടെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലൊന്ന് ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ അടിക്കുമ്പോൾ നമുക്ക് സിൽവർ ഭാഗത്തേക്ക് വേറെ പ്രശ്നമില്ല, നമുക്ക് ഈ എഞ്ചിൻ്റെ ബ്ലാക്ക് പോർഷനാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. 2 സൈഡും ആ കവറുകളിലാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കേസ് ചോദിക്കാം. അപ്പോൾ മിക്കവാറും നമുക്ക് അടിക്കുമ്പോൾ ഈ ഭാഗം കൂടി ചിലപ്പോൾ അടിക്കേണ്ടി വരും കേട്ടോ, സെൻറ്റർ ഭാഗം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി നിർത്താം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് മൺഗാർഡും അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലത്തെ എഞ്ചിൻ ഗാർഡ് ഉണ്ടല്ലോ, ഈ അടിയിൽ തന്നെ പീസ്, അതൊന്ന് ആ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് പെയിൻറ്റിങ് ആയിട്ട് ചെയ്യിക്കാം. ഈ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതിനത്ര ഞാൻ ചോദിച്ചു നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റാലിക് മാറ്റാണ് അതിൻ്റെ പെയിൻറ്റിങ്, മെറ്റാലിക് മാറ്റാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മൺഗാർഡും അതേപോലെ തന്നെ സൈഡ് കവറും ബാക്കിലത്തെ കവർ സെറ്റൊക്കെ ആയിട്ട് എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമുക്കൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. കാരണം ഞാൻ എന്തായാലും ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് നമുക്ക് ഈ വൈസറിൻ്റെ ഈ ഭാഗത്തേക്ക് വൈസറും വന്നുണ്ട്, അതേപോലെ സൈഡ് കവറിൻ്റെ ഒരു പോർഷൻ വന്നുണ്ട്, ബാക്കിലത്തെ ഇതിന് വന്നുണ്ട്, ബാക്ക് മൺഗാർഡ് ഐറ്റംസ് ഇത്ര ആയിട്ടാണ് വരാം. അപ്പോൾ നമുക്ക് അത്രയും മൊത്തത്തിൽ അടിക്കുമ്പോൾ എത്ര വരും എന്നുള്ള ദിവസം ചോദിച്ചു നോക്കാം. ഇനി അതിലേക്ക് ഫ്രണ്ട് മൺഗാർഡ് മാത്രമാണെങ്കിൽ എത്ര വരും എന്നുള്ള ദിവസം ചോദിക്കാം. വലിയ റേറ്റ് വേരിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ബോഡി ആ ഭാഗങ്ങളും കൂടി അടിച്ചു പോകണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊന്ന് എന്തായാലും ചോദിച്ചിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ നോക്കിയിട്ട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ സർവീസിൻ്റെ വർക്ക് കൂടാതെ കൊണ്ട് നമുക്ക് വേണ്ടത് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലും കോൺസെപ്റ്റുമാണ് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ നമുക്ക് അഴിച്ച് അഡീഷണൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റും ഞാൻ ഫ്രണ്ട് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പുറമെ വന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് അതിന് എത്ര വരും എന്നുള്ള സൈൻറ്റേഴ്സും പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ ഒന്ന് ചോദിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് കൂടി അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇതിനകത്തേക്ക് വീഡിയോ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. ആ ഫോർക്ക് ലീക്കിൻ്റെ കേസ് നോക്കാനും കോൺസെപ്റ്റിന് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. മാറ്റുമ്പോൾ നമുക്ക് 2 കൂടി മാറണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ നല്ല ലീക്ക് ഉണ്ടായ ആ ഫോർക്ക് പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് അവിടെ നമുക്ക് 1-2 ഡോട്ടുകൾ കാണുന്നുണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ ഒരു കുത്ത് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിവിടെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആ ഓയിൽ സീൽ വർക്ക് ചെയ്യണ ഭാഗത്താണ് വന്നേക്കണേ. അതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ കാണിച്ചു തുടങ്ങിയിട്ട് അതേപോലെ തന്നെ വന്നേക്കണത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും അങ്ങനെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ഓയിൽ സീൽ കൃത്യമായിട്ട് അവിടെ കവർ ചെയ്യില്ല, അവിടെ ചെറിയൊരു കുഴി പോലെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടുമ്പോൾ നല്ല ലോഡും പുറത്താണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല പവറിലാണ് അതിൻ്റെ ഓയിൽ വർക്ക് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തള്ളി പോരും. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ ഫോർക്ക് ആ വലിയ നല്ല ലീക്കുള്ളതല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള പൈപ്പും നോക്കുമ്പോൾ അതുമേയും വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ചെറിയ ഡോട്ട് പോലെ അതുമേയും വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. കറക്റ്റ് അത് ക്യാമറയിൽ കിട്ടണില്ല, ഒരു കുത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരെണ്ണം എന്തേലും മാറണം. കാരണം എന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. രണ്ടും കൂടി മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ തുരുമ്പാണ് അത് ശരിക്കും മഞ്ഞ കേട്ടോ. അപ്പോൾ അത് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ ഓയിൽ സീല് മാറ്റി ഇട്ടത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് പൈപ്പ് കൂടി മാറ്റിയിട്ടാലാണ് ആ ഓയിൽ ലീക്ക് മാറുള്ളൂ. കാരണം അതല്ലെങ്കിൽ വീണ്ടും സെയിം ആ പുതിയ ഓയിൽ സീലിൻ്റെ ആ ഒരു ഇത് കഴിയും, അപ്പോൾ തന്നെ ലീക്കേജ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇതെന്തേലും മാറേണ്ടി വരും, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇപ്പുറത്തെയും ആരംഭമാണ്. ഇനിയിപ്പോൾ ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ഈ ഐറ്റം പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, അത് ഹാൻഡിൽ വെയർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ഒക്കെ തുരുമ്പിട്ടൊരവസ്ഥയിലാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തേക്ക് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം വെച്ചാൽ ഞാൻ അത് നോക്കിയിട്ട് ഗ്രീസ് ചെയ്താൽ മതി, ഗ്രീസ് ചെയ്യാവുന്ന രീതിയിലാണ് അഴിച്ചത്. പക്ഷേ എന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പുണ്ട് അതിനകത്ത്, സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട, മാറ്റി പുതിയതിടണം, പുതിയതടിക്കുക നല്ലത് കേട്ടോ. പിന്നെ ക്ലച്ച് കേബിളിൻ്റെ അവസ്ഥ ഇതാണ്, കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ദിവസം നോക്കട്ടെ, നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് അതായത് അതിൻ്റെ കോൺടാക്റ്റ് ക്ലീൻ ചെയ്യണ ഒരു ക്ലീനർ ഉണ്ട്, അത് വെച്ച് അടിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നമുക്കത് കൂടി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് പറയാം. പെയിൻറ്റിങ്ങിൻ്റെ ഒഴിച്ച് ബാക്കിയത്തെ മെക്കാനിക്കൽ പരമായിട്ടുള്ള നമുക്ക് വരുന്ന ചിലവുകളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. പെയിൻറ്റിങ്ങിൻ്റെ ദിവസം ഞാനത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അവരിൽ നിന്ന് മേടിക്കുക, ഒരു കൊട്ടേഷൻ മേടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി തരാം കേട്ടോ.